ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് ഈ പുതിയ വിശ്വാസ പരിശീലനത്തിൻ്റെ ഈ ക്ലാസ് പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. സ്നേഹസമ്പന്നനായ നല്ല ദൈവമേ, ഈ നല്ല ദിനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുവദിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധ കുർബാനയിൽ ആഴപ്പെട്ട ക്രൈസ്തവ ജീവിതം നയിക്കുവാൻ അങ്ങ് ഞങ്ങളെ ക്ഷണിക്കുമ്പോൾ ഓരോ നിമിഷവും അങ്ങയോട് ചേർന്ന് ജീവിക്കുവാനുള്ള വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. നല്ല ദൈവമേ, ഈ അല്പസമയം അങ്ങയോട് കൂടി ആയിരിക്കുവാൻ, അങ്ങയുടെ മുഖത്തെ ധ്യാനിച്ചുകൊണ്ട് അങ്ങയോട് കൂടി ആയിരുന്ന് അങ്ങയെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ, ഏറ്റവും പ്രധാനമായി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ശക്തി കേന്ദ്രമായ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് അറിയുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപകളാൽ ഞങ്ങളെ നിറയ്ക്കണമേ, നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, ഈ മണിക്കൂറിൽ അങ്ങ് ഞങ്ങളോട് കൂടി ഉണ്ടായിരിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. എല്ലാവരും സുഖമായിരിക്കുന്നല്ലേ? സന്തോഷമായിരിക്കുന്നോ? ക്ലാസ് കൂടാൻ റെഡി ആയിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം പരിശുദ്ധ കുർബാനയെക്കുറിച്ച്, പരിശുദ്ധ കുർബാനയുടെ വിവിധ ഭാഗങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇന്ന് ബലിയർപ്പിച്ചപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ബലിയർപ്പണത്തിൽ പങ്കെടുത്തപ്പോഴും ഈ ഓരോ ഭാഗങ്ങളും വ്യക്തമായി കണ്ട് തന്നെയാണ്, മനസ്സിൽ കണ്ട് ആണ് നിങ്ങൾ ബലിയർപ്പിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? അങ്ങനെ വിശുദ്ധ ബലിയിൽ ആഴപ്പെട്ട് വളരുന്ന നല്ല മക്കളായിട്ട് നമുക്ക് മാറണം. അതിനുള്ള നല്ലൊരു അവസരമാണ് നമുക്ക് ഈ നാളുകളിൽ നല്ല ദൈവം ഒരുക്കി തന്നിരിക്കുന്നത്. നമ്മൾ ഇനി പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, പരിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തി കേന്ദ്രമാണ്. നമ്മുടെ പുണ്യാത്മാക്കളെല്ലാം ശക്തി സ്വീകരിച്ചത് ഈ പരിശുദ്ധ കുർബാനയിൽ നിന്നാണെന്ന് നമുക്കറിയാം. ആദിമ ക്രൈസ്തവ സമൂഹം അപ്പം മുറിക്കൽ ശുശ്രൂഷയിൽ പങ്കുകൊണ്ടുകൊണ്ട് അവർ ശക്തി സ്വീകരിച്ചു. അപ്പോഴാണ് പീഡനങ്ങളിലും തിളച്ച എണ്ണയിലിട്ട് അവരെ പീഡിപ്പിച്ചപ്പോഴും സിംഹത്തിന് ഇരയായി കൊടുത്തപ്പോഴും എല്ലാം അവർക്ക് ധീരതയോടെ ഈശോയ്ക്ക് സാക്ഷി വഹിക്കാൻ സാധിച്ചത് ഈ അപ്പം മുറിക്കൽ ശുശ്രൂഷയിൽ നിന്നാണ്. പഴയ കാലത്ത് മാത്രമല്ല, ഇന്നും പരിശുദ്ധ കുർബാനയിൽ നിന്നാണ് നാം എല്ലാവരും ശക്തി സ്വീകരിക്കുന്നതെന്ന് നമുക്കറിയാം. പ്രത്യേകമായിട്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, വിയറ്റ്നാമിലെ ആദ്യത്തെ കാർഡിനലായിരുന്ന വാൻ തുവാൻ എന്ന കാർഡിനൽ, അദ്ദേഹം 9 വർഷക്കാലം കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിൻ്റെ പീഡന ഫലമായിട്ട് ജയിലിലായിരുന്നു. ഇങ്ങനെ ജയിലിൽ അകപ്പെട്ട സമയത്തെല്ലാം വിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള അദമ്യമായ ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ വാൻ തുവാൻ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് വാർഷിക ധ്യാനം നടത്തിയ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു വിശുദ്ധനായിട്ടുള്ള ഒരു ബിഷപ്പാണ്. ആ സാഹചര്യത്തിൽ അദ്ദേഹം എങ്ങനെയോ ഒരല്പം വീഞ്ഞും കുറച്ച് തിരുവോസ്തിയും സംഘടിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം പ്രത്യാശയുടെ സാക്ഷ്യം എന്ന ഒരു പുസ്തകത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി വെക്കുകയാണ്: എൻ്റെ ഉള്ളം കയ്യിൽ 2 തുള്ളി വീഞ്ഞും 1 തുള്ളി ജലവും ഉപയോഗിച്ച് എൻ്റെ കയ്യെ ഞാൻ അൾത്താരയാക്കി, എൻ്റെ ശരീരത്തെ ഞാൻ ബസ്ലിക്കയാക്കി ദിവ്യബലി അർപ്പിച്ച് ശക്തി സ്വീകരിച്ചു. കൂടെയുണ്ടായിരുന്ന വിശ്വാസികളും ജയിലിലുണ്ടായിരുന്ന പലരും വിശ്വാസം സ്വീകരിച്ചുവെന്ന് അദ്ദേഹം ആ പുസ്തകത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി സ്വീകരിച്ച ഒരുപാട് പേരുടെ പിൻതലമുറക്കാരായിട്ടാണ് നാം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിക്കുക എന്നുള്ളത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വിഷയമായിരിക്കണം. നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പരിശുദ്ധ കുർബാനയുടെ വിവിധ ഭാഗങ്ങൾ ഏതൊക്കെയാണ് പഠിച്ചത്? ആമുഖ ശുശ്രൂഷ, വചന ശുശ്രൂഷ, ഒരുക്ക ശുശ്രൂഷ, അനാഫറ, ഈ 4 ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. റുഹാക്ഷണ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് അഭിഷേകമായിട്ട് ചൊരിയുന്ന ആ പ്രാർത്ഥനയോടുകൂടിയാണ് കഴിഞ്ഞ ക്ലാസ് അവസാനിച്ചത്, അല്ലേ? അപ്പോൾ ഈ പുതിയ പാഠത്തിൽ, 7ാം പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് പരിശുദ്ധ കുർബാന, ദൈവൈക്യ ശുശ്രൂഷയും സമാപനവും. പരിശുദ്ധ കുർബാനയുടെ ദൈവൈക്യ ശുശ്രൂഷയെക്കുറിച്ചും സമാപന ശുശ്രൂഷയെക്കുറിച്ചുമാണ് നമ്മൾ ഈ 7ാം പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്. ഈ ദൈവൈക്യ ശുശ്രൂഷയ്ക്ക് പ്രധാനമായും 3 ഭാഗങ്ങളുണ്ട്. അതാണ് അനുരഞ്ജന ശുശ്രൂഷ, വിഭജന ശുശ്രൂഷ, ദൈവൈക്യ ശുശ്രൂഷ. ഏതൊക്കെയാണ്? പരിശുദ്ധ കുർബാനയുടെ ദൈവൈക്യ ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങൾ: അനുരഞ്ജന ശുശ്രൂഷ, വിഭജന ശുശ്രൂഷ,
ദൈവൈക്യ ശുശ്രൂഷ. നമ്മൾ ആദ്യമായിട്ട് അനുരഞ്ജന ശുശ്രൂഷയെക്കുറിച്ചാണ് കാണാൻ പോകുന്നത്. അനുരഞ്ജന ശുശ്രൂഷയെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. അവിടെ വളരെ ഫേമസ് ആയിട്ട്, ബൈബിളിൽ വളരെ ഫേമസ് ആയിട്ട് നമ്മൾ കാണുന്ന 2 ക്യാരക്ടേഴ്സ് ഉണ്ട്. ആരൊക്കെയാണെന്നറിയുമോ അത്? യെസ്, ധൂർത്തപുത്രനും അധൂർത്തപുത്രനെ കാത്തിരുന്ന സ്നേഹനിധിയായ പിതാവും. നമുക്ക് ധൂർത്തപുത്രൻ്റെ കഥ അറിയാം അല്ലേ? തൻ്റെ പിതാവിൽ നിന്ന് വളരെ സൗഭാഗ്യത്തിൽ കഴിഞ്ഞിരുന്ന ആ അവസ്ഥയിൽ നിന്ന് അവൻ തൻ്റെ സ്വത്തുക്കളെല്ലാം ചോദിച്ചു മേടിച്ച് അവൻ ദൂരദേശത്തേക്ക് യാത്രയായി. ദൂരദേശത്ത് ചെന്ന് അവൻ എല്ലാ സ്വത്തും ചെലവഴിച്ച് തീർത്തു. അവസാനം അവന് ജോലി ചെയ്യാൻ കിട്ടിയത് ഒരു പന്നികളെ മേയ്ക്കുന്ന ഇടത്തിലാണ്. ഈ പന്നിയെ മേയ്ക്കുന്ന ഇടത്തിൽ പന്നി തിന്നുന്ന തവിട് പോലും കഴിക്കാൻ പറ്റാതെ ആകെ വിഷമിച്ച് തൻ്റെ തകർന്ന ഒരവസ്ഥയിൽ അവൻ പിതാവിൻ്റെ ഭവനത്തെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. അവൻ ഇങ്ങനെ ഓർക്കുകയാണ്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷിച്ച് കഴിയുന്നു, ഞാനോ ഇവിടെ വിശന്നു മരിക്കുന്നു. അവൻ്റെ ഹൃദയം അനുതാപത്താൽ നിറഞ്ഞു. അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് ഞാൻ തിരിച്ചു ചെല്ലും. എന്നിട്ട് ഞാൻ പറയും, എൻ്റെ പിതാവേ, അങ്ങയുടെ പുത്രൻ എന്ന് വിളിക്കപ്പെടുവാൻ പോലും ഞാൻ യോഗ്യനല്ല. അങ്ങയുടെ ദാസന്മാരിൽ ഒരുവനായെങ്കിലും എന്നെ കരുതണമേ എന്ന് വിചാരിച്ചുകൊണ്ട്, അങ്ങനെ ചോദിക്കും എന്ന് ഹൃദയത്തിൽ ഉറച്ചുകൊണ്ട് അവൻ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇങ്ങനെ തിരിച്ചു പോകുന്ന മകനെ കാത്തിരിക്കുന്ന ഒരു പിതാവിൻ്റെ ഹൃദയസ്പർശിയായ രംഗം നമ്മൾ ധൂർത്തപുത്രൻ്റെ ഉപമയിൽ കാണുന്നുണ്ട്. ഈ പിതാവ് എങ്ങനെയാണ്? അന്ന് അവൻ വിളിച്ചറിയിക്കുന്നില്ല, അന്ന് വാട്സപ്പില്ല, ഫോണൊന്നുമില്ല വിളിച്ചറിയിക്കാൻ, പിതാവേ ഞാൻ വരുന്നു എന്ന്. പക്ഷേ തൻ്റെ മകനെ നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ച മകനെ കാത്തിരിക്കുന്ന, അവനെ കാണുമ്പോൾ തന്നെ, അകലിൽ നിന്ന് കാണുമ്പോൾ തന്നെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് അവനെ സ്വീകരിക്കുന്ന സ്നേഹനിധിയായ ഒരു പിതാവിൻ്റെ ചിത്രമുണ്ട്. ഈ ചിത്രം മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ അനുരഞ്ജന ശുശ്രൂഷ എന്താണെന്ന് കാണുവാൻ, വിശുദ്ധ കുർബാനയുടെ അനുരഞ്ജന ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുവാൻ. ദൈവ ഐക്യത്തിലേക്ക് നമ്മെ നയിക്കുന്ന അനുരഞ്ജനം നേടിക്കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ദൈവൈക്യ ശുശ്രൂഷയിലേക്ക് അല്ലെങ്കിൽ പരിശുദ്ധ കുർബാനയുടെ പൂർണ്ണതയിലേക്ക് കടന്നു വരികയുള്ളൂ എന്നാണ് തിരുവചനവും സഭാപിതാക്കന്മാരും നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ അനുരഞ്ജന ശുശ്രൂഷ നമ്മൾ ആരോടൊക്കെ അനുരഞ്ജനപ്പെടണം എന്നാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. നമ്മൾ പാപം ചെയ്യുമ്പോൾ, ചെറിയ പാപമായിരിക്കാം, വലിയ പാപമൊന്നും നമ്മൾ ഈ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ പ്രായത്തിൽ ചെയ്യുന്നു തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ ചെറിയ പാപം ചെയ്യുമ്പോൾ നമ്മൾ നമ്മിൽ നിന്ന് അകലുന്നു, ദൈവത്തിൽ നിന്ന് അകലുന്നു, സഭയിൽ നിന്ന് അകലുന്നു, ഈ പ്രപഞ്ചത്തിൽ നിന്ന് തന്നെയുള്ള ഒരു വലിയ അകൽച്ച വരുത്തി വെക്കുകയാണ്. ഇപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യ മാതാപിതാക്കളുടെ പാപത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആദ്യ മാതാപിതാക്കൾ എന്താണ് പാപം ചെയ്തത്? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 19:1 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, ആദ്യ മാതാപിതാക്കൾ ദൈവത്തെ അനുസരിച്ചില്ല. അവർ ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്ത് തിന്മ പ്രവർത്തിച്ചു. അങ്ങനെ അവരെ ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുന്നു. തൻ്റെ പുത്രനും പുത്രിയുമാണെന്നുള്ള ഒരു വലിയ അനുഭവം അവർക്കുണ്ടായിരുന്നു, അതിൽ നിന്ന് പുറത്താക്കുന്നു. അങ്ങനെ അവരാകെ വലിയ തകർച്ചയിലേക്ക് കടന്നു വരികയാണ്. പക്ഷേ അങ്ങനെയുള്ള ഒരാളെ അല്ലെങ്കിൽ ആദ്യ മാതാപിതാക്കളെ ദൈവം ഉപേക്ഷിക്കുന്നില്ല. ശിക്ഷ നൽകുന്നതോടൊപ്പം ദൈവം അവർക്ക് രക്ഷയുടെ വാഗ്ദാനവും നൽകിക്കൊണ്ടാണ് അവരെ ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ അനുരഞ്ജിതമായ ഹൃദയത്തോടെ, നമ്മൾ വിശുദ്ധ കുർബാനയുടെ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ പറയുന്നുണ്ട് അനുരഞ്ജിതരായി തീർന്നിടാം എന്ന്. ഈ അനുരഞ്ജിതമായ ഹൃദയത്തോടെ മാത്രമാണ് നമ്മൾ ദൈവൈക്യത്തിലേക്ക് കടന്നു വരുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ദൈവൈക്യ ശുശ്രൂഷ, നിങ്ങളുടെ കയ്യിൽ കുർബാന പുസ്തകം ഉണ്ടായിരിക്കാം. അപ്പോൾ ദൈവൈക്യ ശുശ്രൂഷ തുടങ്ങുന്നത് സ്വർഗവാസികളുടെ സമാധാനവും ഭൂവാസികളുടെ പ്രത്യാശയുമായി മിശിഹായെ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് അനുരഞ്ജന ശുശ്രൂഷ ആരംഭിക്കുന്നത്. തുടർന്ന് നമ്മൾ അനുതാപ സങ്കീർത്തനം, ദൈവമേ എന്നോട് കരുണ തോന്നണമേ എന്ന പ്രാർത്ഥന ചൊല്ലുന്നു. ഈ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് ഒരു ധൂപാർപ്പണം നടത്തുന്നുണ്ട്. ഈ ധൂപാർപ്പണം എന്താണ് സൂചിപ്പിക്കുന്നത്? പാപമോചനത്തെയാണ് ഈ ധൂപാർപ്പണം സൂചിപ്പിക്കുന്നത്. തുടർന്ന് വിഭജന ശുശ്രൂഷ കഴിയുമ്പോൾ തന്നെ അനുരഞ്ജന കാറോസൂസ നമുക്കുണ്ട്. എന്താ അനുരഞ്ജന കാറോസൂസ? എല്ലാവർക്കും അറിയാം അല്ലേ? മനസ്സിൽ നിറയും മലിനതയെല്ലാം കഴുകി വെടിപ്പാക്കാം എന്ന് നമ്മൾ പാടി പാടി പ്രാർത്ഥിക്കുന്ന അനുരഞ്ജന ശുശ്രൂഷ, അനുരഞ്ജന കാറോസൂസ. ഈ അനുരഞ്ജന കാറോസൂസയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നമ്മൾ എന്തൊക്കെ ചെയ്തിട്ട് വേണം നമ്മൾ അനുരഞ്ജനത്തിലേക്ക് കടന്നു വരാനെന്ന് പറയുന്നുണ്ട്. അതാണ് നമ്മൾ മനസാക്ഷി നിർമ്മലമാക്കണം, കലഹം മാറ്റണം, ദ്വേഷം നീക്കണം, യോജിപ്പ് വേണം, സ്നേഹാരൂപി വേണം. ഈ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അനുരഞ്ജന ശുശ്രൂഷയിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കുകയുള്ളൂ.
അനുരഞ്ജന ശുശ്രൂഷയ്ക്ക് തൊട്ട് മുമ്പായിട്ട് നമ്മൾ കാണുന്നത് വിഭജന ശുശ്രൂഷയാണ്. നമുക്കറിയാം ഈശോ എന്തിനാണ് ഭൂമിയിലേക്ക് കടന്നു വന്നത്? ഈശോ വന്നത് മുറിയപ്പെടാനും പങ്കുവയ്ക്കപ്പെടാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ മുറിക്കൽ, പങ്കുവയ്ക്കപ്പെടൽ ഈ പ്രതീകാത്മകമായിട്ട് ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. വൈദികൻ തിരുശരീരം എടുത്തുയർത്തി പിന്നീട് അത് ആരാധിച്ച് അത് മുറിച്ച് ഇരു കരങ്ങളിലായിട്ട് പിടിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതാണ് വിഭജന ശുശ്രൂഷ. അത് പ്രതീകാത്മകമാണ്. ഈശോ നമുക്ക് വേണ്ടി മുറിയപ്പെടുന്നു, നാം മറ്റുള്ളവർക്ക് വേണ്ടി മുറിയപ്പെടാനുള്ള ജീവിതമാണ് എന്നുകൂടിയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. വീണ്ടും നമ്മൾ ദൈവ ഐക്യത്തിലേക്ക് കടന്നു വരികയാണ്. വിശുദ്ധ കുർബാനയുടെ എല്ലാ ഭാഗങ്ങളും പ്രധാനപ്പെട്ടതാണ്. ഈ പ്രധാനം എന്ന് പറയുന്ന ഒരു ഭാഗം ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്ന ദൈവ ഐക്യ ശുശ്രൂഷയാണ്. ദൈവൈക്യ ശുശ്രൂഷ പൂർണ്ണമാകുന്നത്, അല്ലെങ്കിൽ പരിശുദ്ധ കുർബാന പൂർണ്ണമാകുന്നത് ഈ ദൈവൈക്യ ശുശ്രൂഷയിൽ നാം പങ്കെടുക്കുമ്പോൾ, പരിശുദ്ധ കുർബാന ഉൾക്കൊള്ളുമ്പോൾ മാത്രമാണ് എന്ന് നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ ചിന്തിക്കുക, അനുരഞ്ജനത്തിൻ്റെ ഒരു ഭാവം ഉൾക്കൊണ്ടാണോ ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതെന്ന് നമുക്ക് ചിന്തിച്ച് നോക്കാം. ഒപ്പം നമ്മുടെ ഹൃദയത്തിൽ അനുരഞ്ജിതമാകാനുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് നിങ്ങളൊന്ന് എഴുതി വെച്ചിട്ട് ഒരു പ്രവർത്തനം തരുവാണ്. എൻ്റെ ഹൃദയത്തിൽ നിങ്ങൾ വേറെ ആരെയും കാണിക്കാതെ എഴുതി വയ്ക്കുക, അനുരഞ്ജിതമാകാനായിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യണം, അനുരഞ്ജന ശുശ്രൂഷിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ അടുത്ത ക്ലാസ്സിലേക്ക് കടന്നു വരുവാനായിട്ട്. റെഡിയാണല്ലോ എല്ലാവരും? ഓക്കെ, നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം ഇന്നത്തെ ക്ലാസ്. നല്ല ദൈവമേ, ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. അനുരഞ്ജിതമായ ഹൃദയത്തോടെ അങ്ങേക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ, ദൈവ ഐക്യത്തിലേക്ക് കടന്നു വരുവാനുള്ള വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ സഭയ്ക്കും സമൂഹത്തിനും ഏറ്റവും പ്രിയപ്പെട്ടവരായി വിശുദ്ധരായ സന്താനങ്ങളായി തീരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.